ഓൾ ഇന്ത്യ കാത്തലിക് യൂണിവേഴ്സിറ്റി ഫെഡറേഷന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാവി തലമുറയ്ക്ക് അനുഭവങ്ങളുടെ കരുത്തിൽ അറിവിന്റെ ദിശാബോധം പകർന്ന് പ്രമുഖരുടെ ഒത്തുചേരൽ. റീഇമാജിനിങ് ഐക്കഫ് എന്ന ശില്പശാലയിലാണ് ഐക്കഫിലൂടെ വളർന്ന് സമൂഹത്തിന്റെ നാനാതലങ്ങളിൽ സ്വാധീനം ചെലുത്തിയ പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവച്ചത്. 14 വയസ്സ് മുതൽ ഐക്കഫിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതും ലക്ഷ്യങ്ങൾ നേടാൻ സമയക്ലിപ്തത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നുമായിരുന്നു മുൻ DGP ജേക്കബ് പുന്നൂസിന് പങ്കുവെക്കാനുണ്ടായിരുന്നത്. ഏതായാലും റീഇമാജിനിങ് ഐക്കഫ് എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യത്തെ റീഇമാജിനേഷൻ നമ്മൾ നടത്തേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ തുടങ്ങണം എന്നുള്ളതിനാണ്. ഒരു 9 മണിക്ക് ഒരു പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്താൽ അത് 9 മണിക്ക് തന്നെ തുടങ്ങണം. ദിസ് ഈസ് ദ ഫസ്റ്റ് ആക്ട് ഓഫ് റീഇമാജിനിങ് ourselves. We must be punctual. We must be committed. There are certain limitations, certain discipline necessary for that. That sacrifice we must be able to make. ഇപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മൾ സമയക്ലിപ്തത പാലിക്കണം. അത് ഐക്കഫിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം കൂടെയാണ്. 14ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഐക്കഫിൽ ഉണ്ടായിരുന്നു. സ്വയം തിരിച്ചറിവിന്റെയും വിമർശനാത്മകമായ തിരിച്ചറിവിന്റെയും പ്രാധാന്യമായിരുന്നു സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സദസ്സിനോട് ഓർമ്മിപ്പിച്ചത്. അപ്പം എനിക്ക് ഐക്കഫിനെ കുറിച്ച് പറയാനുള്ളത്, ഇതിനെ ഇപ്പോൾ 100 വർഷമായപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഇന്ന് നമുക്ക് റീഡിഫൈൻ ചെയ്യണം. റീഇമേജിങ് നമ്മളൊന്ന് കാലത്ത് കേട്ടു. ഈ റീഡിഫൈൻ ചെയ്യുന്നത് വാട്ട് ആർ വി റിയലൈസ്ഡ്, നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ ഇതിനകത്ത് നമ്മൾ പറയാൻ പറ്റുമോ ഒരു വാചകം ഇതായിരുന്നു, സെൽഫ് അവയർനെസ്, ക്രിട്ടിക്കൽ അവയർനെസ് ഓഫ് സൊസൈറ്റി. ഇതായിരുന്നു നമ്മുടെ ഒരു. അപ്പോൾ സെൽഫ് അവയർനെസ് ഇല്ലാതെ സോഷ്യൽ അവയർനെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കപടമായി പോകും. സെൽഫ് അവയർനെസ്സോടുകൂടി നമുക്ക് സോഷ്യൽ അവയർനെസ് ക്രിട്ടിക്കലായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റും. അതാണ് ഐക്കഫ് എന്നിലുണ്ടാക്കിയ ഒരു വലിയ മാറ്റം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ബേസാണ്. ആന്റണി പറഞ്ഞാൽ അതൊരു ബേസാണ്. ആ ബേസിൽ നിന്നാണ് ഇതെല്ലാം പോകുന്നത്. അത് അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ മന്ത്രിയാണെങ്കിലും ജഡ്ജി ആണെങ്കിലും വക്കീലാണെങ്കിലും അച്ഛനാണെങ്കിലും പൊതുപ്രവർത്തനാണെങ്കിലും വൈസ് ചാൻസലർ എവിടെയാണെങ്കിലും നമ്മുടെ ആ ബേസിൽ നമുക്കുള്ള ഒരു എന്താ പറയുക, ഒരു പാഷൻ ടു ബി ഓണസ്റ്റ്, പാഷൻ ടു ബി ജസ്റ്റ്, പാഷൻ ടു ബി ട്രൂത്ത്ഫുൾ, passion to be passion to have a commitment. There's a passionate commitment to the faith എന്ന് വേണമെങ്കിൽ പറയാം. ഏത് സംഘർഷഭരിതമായ സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ആയുധമാണ് ക്ഷമയെന്ന് 5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഐക്കഫിലൂടെ തിരിച്ചറിയാൻ കഴിഞ്ഞതിന്റെ സ്മരണകളായിരുന്നു മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് ഓർത്തെടുത്തത്. മദ്രാസിലെ ജോയിച്ചിനെ ഓർക്കുന്നുണ്ടാവും. മദ്രാസിലെ നാഷണൽ ഇലക്ഷൻ സമയത്ത് ഒരു വലിയ സംഘർഷമുണ്ടായി. ഒരു വാക്കേറ്റത്തിൻ്റെയും ഒരു പിണക്കത്തിൻ്റെയും ഒക്കെ ഒരു സന്ദർഭം. ഇതെങ്ങനെ ഇത് അവസാനിപ്പിക്കും, സ്വയറിംഗ് സെറമണി നടക്കുമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്ന നിമിഷങ്ങളിൽ പെട്ടെന്ന് ഇവിടെ കുര്യൻ ജോസഫ് സാർ പറഞ്ഞു, ഡയലോഗിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയോ തലങ്ങളിൽ നടന്ന ഒരു ഡയലോഗിൻ്റെ അവസാനം ഞാൻ കേൾക്കുന്നത് കൈകോർത്ത് ഫാദർ ക്ലോഡും ബാക്കി കുറേ ഐക്കഫേഴ്സും കൂടെ വി ഷാൽ ഓവർകം എന്ന് പറഞ്ഞ് പാട്ടും പാടി ചിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഫൊഗീവ്നെസ്സിനും എന്താ പറയുന്നത്, എല്ലാ സംഘർഷത്തെയും ഉരുക്കിയെടുക്കാനുമൊക്കെയുള്ള ഒരു മഹാ കഴിവുള്ള ഒരു സംഘടനയാണ് ഇതെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു അത്. 100 വർഷങ്ങൾക്കിപ്പുറവും സംഘടനയുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലായി മാറുകയായിരുന്നു ഐക്കഫിന്റെ കുടക്കീഴിൽ വളർന്ന ഓരോ പ്രമുഖരുടെയും പങ്കുവെക്കലുകൾ. ന്യൂസ് 18 തിരുവനന്തപുരം.